ഇതുവരെ നടന്നു വന്ന വഴി കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഓർമ്മയില്ലേ നമ്മുടെ പഴയ ഓഫീസുകൾ, അവസാനമില്ലാത്ത കാത്തിരിപ്പുകൾ, ഫയലുകളുടെ കൂമ്പാരങ്ങൾ, ഒച്ചിഴയും പോലെ ഫയൽ നീക്കങ്ങൾ, ചുവപ്പുനാടയിൽ കുരുങ്ങിയ ജീവിതങ്ങൾ. മാറ്റം പക്ഷേ അനിവാര്യമായിരുന്നു. അണിയറയിൽ വലിയൊരു മാറ്റം ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഡിജിറ്റൽ ഉണർവിന്റെ കാലം കണ്ടു നാം. പിന്നെ ഇൻഫർമേഷൻ കേരള മിഷൻ രൂപപ്പെട്ടു. ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം വിപ്ലവകരമായി ഡിജിറ്റൈസ് ചെയ്യപ്പെട്ടു. സുലേഖ, സേവന, സാംഖ്യ, സങ്കേതം, സൂചിക, സഞ്ജയ, സകർമ്മ, സ്ഥാപന, സചിത്ര എന്നിവയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ഇൻഫർമേഷൻ കേരള മിഷൻ രൂപകൽപ്പന ചെയ്ത വിവിധ ആപ്ലിക്കേഷനുകളാണ്. ഇവയിൽ 3 മൊഡ്യൂളുകൾ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് 2021 ILGMS രൂപപ്പെടുത്തിയത് ഭാവിയിലേക്കുള്ള ദിശാസൂചിയായി. ILGMSന്റെ വിജയത്തിൽ പ്രചോദിതമായാണ് കെ സ്മാർട്ട് രൂപപ്പെടുത്തിയത്. 2024 മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമാണ് കെ സ്മാർട്ട് ആദ്യം അവതരിപ്പിച്ചത്. സേവനങ്ങൾക്കും രേഖകൾക്കുമായി ഓഫീസുകളിലേക്കുള്ള അന്തമില്ലാത്ത യാത്രകൾക്ക് അവസാനമായി. സേവനം അതിവേഗമെത്തി, അതും വിരൽത്തുമ്പുകളിൽ തന്നെ. ഇപ്പോൾ ഇതാ 1 വർഷം എത്തുമ്പോഴേക്കും കെ സ്മാർട്ട് 941 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 14 ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. കേരളമിതാ അഭിമാനപൂർവ്വം ശിരസ്സുയർത്തി നിൽക്കുന്നു. ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, വിവാഹ രജിസ്ട്രേഷൻ, ലൈസൻസുകൾ, നികുതി അടയ്ക്കൽ, അനുമതികൾ ഒക്കെ ഡിജിറ്റലായി അതിവേഗം വിരൽത്തുമ്പിൽ. ലോകത്തെവിടെ നിന്നും നേടാവുന്ന നിലയിൽ. ആഗോള നിലവാരത്തിലുള്ള ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇനി കരുത്താകുക. ചരിത്രത്തിലില്ലാത്ത വിധമുള്ള ഒരു കുതിപ്പിനാണ് ഇത് വഴിയൊരുക്കുന്നത്. ഫയൽ കേന്ദ്രീകൃതമായിരുന്ന ഭരണനിർവഹണം വിവര കേന്ദ്രീകൃതവും അതുവഴി മനുഷ്യ കേന്ദ്രീകൃതവുമായി പരിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഇ ഗവേണൻസിൽ നിന്ന് എസ് ഗവേണൻസ് അഥവാ സ്പേഷ്യൽ ഗവേണൻസിലേക്കും എ ഗവേണൻസ് അഥവാ ആൽഗോ ഗവേണൻസിലേക്കും ഒപ്പം പി ഗവേണൻസ് അഥവാ പ്രെഡിക്റ്റീവ് ഗവേണൻസിലേക്കും വളരുന്നതാണ് IKM മുന്നോട്ട് വയ്ക്കുന്ന ഭാവി സ്വപ്നം. ഇൻഫർമേഷൻ കേരള മിഷന് ഒരു സ്വപ്നമുണ്ട്. ഓഫീസുകൾ ബാക്ക് ഓഫീസുകളായി മാറുന്ന കാലം. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഫ്രണ്ട് ഓഫീസായി മാറുന്ന കാലം. AI-യും ബ്ലോക്ക് ചെയിനും കെ ഫോണിന്റെ വേഗവും ഒക്കെ ചേർന്ന് കേരളം സ്മാർട്ടായി കുതിക്കുകയാണ്. വിദൂരമല്ല, വളരെ അടുത്താണ് ആ കാലം.